അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വായോ. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ തരിക്കഞ്ഞ് ജ്യൂസൊക്കെ അല്ലേ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുക. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടൊരു ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലിലടിച്ച ജ്യൂസാണ്. അപ്പം 3 ചേമ്പ് എടുത്തിട്ടുണ്ട്. അത് 3 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. അതിലേക്ക് വേണ്ട തേങ്ങാപ്പാലിലുള്ള തേങ്ങ ഒരു പകുതി തേങ്ങയാണ് ഇട്ടാൽ, ഒരു തേങ്ങയുടെ പകുതി, പിന്നെ കുറച്ച് പഞ്ചസാര പാകത്തിന്. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ ആദ്യം ചേമ്പ് കഴിച്ചിരുന്നില്ല ചെറുപ്പമാകുമ്പോൾ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരുന്നുണ്ട് വീട്ടിൽ നിന്ന്. അത് ഭയങ്കര ടേസ്റ്റായിട്ട്. നമ്മൾ ഉണ്ടാക്കാത്തവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്ക്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ചേമ്പില്ലെങ്കിലും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ചേമ്പ് നന്നായി കഴുകിയെടുക്കുക, നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക, മണ്ണുണ്ടാവും. എന്നിട്ടൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കണ്ടുള്ളൂ. നമ്മളിതിൽ പഞ്ചസാര ഇടുന്നതാണല്ലോ. അപ്പം ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. പക്ഷെ ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പുഴുങ്ങണേക്കാളും കൂടുതൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ നോമ്പിന് തണുപ്പിനൊക്കെ നല്ലതാണ്. തേങ്ങാപ്പാൽ തണുപ്പാണല്ലോ. അപ്പോൾ അത് വെന്തിട്ട് ഇതിൻ്റെ തോല് നന്നായി കളഞ്ഞെടുക്കുക. തോല് നന്നായി റിമൂവ് ചെയ്തതിൻ്റെ ശേഷം നന്നായി ഒന്നുകൂടിയും കഴുകണം കേട്ടോ. നന്നായി കഴുകിയിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാനുള്ളതല്ലേ. ചെറിയ കഷ്ണങ്ങളായി മിക്സിയിൽ അരിഞ്ഞിട്ടാൽ മതി. നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ഇത് നന്നായി അരിഞ്ഞ് മിക്സിയിലിട്ട് കൊടുക്കുക. ഇത് അരയാൻ വേണ്ടി മാത്രമുള്ള പാല് പൊഴിക്കുക. പിന്നെ ബാക്കി പാല് അടിച്ചതിന് ശേഷം നമ്മളെ ജ്യൂസ് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ കേട്ടോ. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടും കുറക്കും ചെയ്യാം. എന്നിട്ട് ഇതാ ജ്യൂസ് അടിച്ചിട്ട് ഇതിൻ്റെ മേലെ നട്ട്സ് കടല ബദാമ എന്താണെങ്കിലും ഇട്ട് കൊടുക്കുക. നല്ല നോമ്പ് തുറന്നിട്ട് നിങ്ങളതൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു സ്നാക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടെ കാണിക്കാം കേട്ടോ. നമ്മൾ പഴം കൊണ്ട് ഉന്നക്കായ പോലെ തന്നെ ഒരു വ്യത്യാസമായിട്ട് ഉന്നക്കായയുടെ ടേസ്റ്റ് ആണെങ്കിൽ കൂടി വളരെ എളുപ്പമുള്ളൊരു സ്നാക്സാണ് ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്കത് കാണാം. വലിയ ചിലവൊന്നും ഉണ്ടായില്ല. കാരണം തേങ്ങ, പിന്നെ ബ്രെഡ്, കോഴിമുട്ട, മുക്കി പരിക്കാനുള്ള കോഴിമുട്ട, അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ തേങ്ങ കൊത്തിട്ടാലും കുഴപ്പമില്ല. നെയ്യ് ഒഴിച്ചിട്ട് ഇതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് മൂപ്പിച്ചിട്ട് കോരി വെക്കുക. ബാക്കി വരുന്ന നെയ്യിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായി മുക്കണ്ട, ചെറുതായിട്ടൊന്നും ചൂടായാൽ മതി. അതിലേക്ക് നമ്മൾ നന്നായി പഴുത്ത പഴമായിരിക്കണം കേട്ടോ. ഉന്നക്കായ്ക്ക് നമ്മൾ പഴുക്കാത്ത മൂത്ത പഴം കൊണ്ടല്ലേ, ഇത് നല്ല പഴുത്ത പഴം കൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുക. ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ് കേട്ടോ. യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചതൊന്നുമല്ല, ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്ത് നോക്കിയത്. ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായി ഏലക്കായ പൊടി ഇടണം കേട്ടോ. എന്നിട്ട് നന്നായി ഉടച്ചെടുക്കുക. നെയ്യിൽ തന്നെ അങ്ങനെ ഉടച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ കയ്യിലിട്ടിട്ട് ചുരുട്ടിയെടുക്കുക. ഉന്നക്കാട പോലെ അങ്ങനെ ഈ നട്ട്സ് ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ നെയ്യിൽ വാട്ടി വെച്ചില്ലേ അത്. എന്നിട്ടിങ്ങനെ ഉരുട്ടിയിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡിൽ തേച്ചിട്ട് വെളിച്ചെണ്ണയിലിട്ട് കൊടുക്കുക. വേവാനൊന്നുമില്ല, കാരണം നമ്മൾ വേവിച്ചതാണല്ലോ, പെട്ടെന്ന് കോരിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതും കൂടി ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.